Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻടേക്ക് 5 UG തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് സംശയങ്ങളാണ് വന്നിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏതൊക്കെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യണം, മറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ പോലെയല്ല, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ വാല്യൂ ആഡഡ് കോഴ്സായിട്ട്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് ഒക്കെ സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്? അപ്പോൾ കുട്ടികളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മൾ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA BA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനും സാധിക്കും. അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഇൻടേക്ക് 5 മൂന്നാം സെമസ്റ്റർ UG പ്രോഗ്രാം 4 ഇയർ UG മാത്രം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നത് സംബന്ധിച്ച് സർവകലാശാലയുടെ 2024-25 ജൂലൈ ഓഗസ്റ്റ് സെഷൻ UG 4 ഇയർ UG മാത്രം പ്രോഗ്രാം പഠിതാക്കൾക്ക് മൂന്നാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള തീയതികൾ ഫൈൻ ഇല്ലാതെ 13/8/2025 വരെ. ഈ മാസം ഫൈനോടുകൂടി 100 രൂപ 14/8/2025 മുതൽ 20/8/2025 വരെ, 200 രൂപ ഫൈനോടുകൂടി 21/8/2025 മുതൽ 27/8/2025 വരെ. ദെൻ സ്റ്റുഡൻസ് പോർട്ടലിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് 1 ആയി നൽകിയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു വേണം പഠിതാക്കൾ മൂക്ക് കോഴ്സസ് തിരഞ്ഞെടുക്കേണ്ടത്. മൂക്ക് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെയാണ് നമ്മൾ മൂക്ക് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കളും നിർബന്ധമായും സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഫൈൻ തുകകൾ രജിസ്ട്രേഷൻ പ്രക്രിയയോടൊപ്പം സ്റ്റുഡൻസ് പോർട്ടൽ മുഖേന അടയ്ക്കേണ്ടതാണ്. പ്രസ്തുത ഫൈൻ ഈ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ്. ഓക്കെ, മൂക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ താഴെ പിന്നെ വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ നമ്മുടെ കഴിഞ്ഞു, തേർഡ് സെമസ്റ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ BCom സ്റ്റുഡൻസിൻ്റെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. BCom സ്റ്റുഡൻസിന് മേജർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് തേർഡ് സെമസ്റ്ററിൽ. അതിനുശേഷം വരുന്ന പ്രോഗ്രാംസ് അത് പിന്നെ എല്ലാവർക്കും കോമൺ ആണ്. അതിൽ ആദ്യത്തെയാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്. സോ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് 4 സബ്ജക്ട്സ് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യണം. ഹിന്ദി ഉണ്ട്, ദെൻ സാൻസ്ക്രിറ്റ് ഉണ്ട്, സംസ്കൃതം, അറബിക് ഉണ്ട്, മലയാളം ഉണ്ട്, പ്രായോഗിക മലയാളം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്നത് പ്രായോഗിക മലയാളമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഇപ്പോൾ വേറെ വല്ല സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, ഹിന്ദി ആയിരുന്നോ, അറബിക് ആണെന്നോ, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ആയിരുന്നെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ്. ഓക്കെ, അതിൽ വലിയ പ്രശ്നങ്ങളില്ല, നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വാല്യൂ ആഡഡ് കോഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ഫിനാൻഷ്യൽ ലിറ്ററസി, ടെക്നോളജി ആൻഡ് സൊസൈറ്റി, പിന്നെ മഹാത്മാഗാന്ധിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ജീവചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി ആണ്. നല്ല സിലബസ് ആണ്, സിമ്പിളാണ്, സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സിലബസ് കാണിച്ചു തരാം. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ഞാൻ വാല്യൂ ആഡഡ് കോഴ്സിൽ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ ലിറ്ററസി. ദെൻ നെക്സ്റ്റ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്. ഇതിലാണ് നമുക്ക് ഡാറ്റ അനലിറ്റിക്സ്, പൈത്തോൺ ഫോർ ഓൾ, ഹ്യൂമനിസം ആൻഡ് ലോജിക്, ദെൻ മൂക്ക് 1. അപ്പോൾ ഞാൻ പറഞ്ഞു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞു, അതിൽ 1. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ അതാണ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യുന്നത്, ഏറ്റവും നല്ലത് ഡാറ്റ അനലിറ്റിക്സ് ആണ്.
ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ PG ആണെങ്കിലും ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളതും നമുക്ക് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നതും ഈ 4 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡാറ്റ അനലിറ്റിക്സ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിരിക്കും നല്ലത്. ദെൻ പൈത്തോൺ ഫോർ ഓൾ ഉണ്ട്. ദെൻ അതിൻ്റെ സിലബസ് കാണിച്ചു തരാം. ഹ്യൂമനിസം ആൻഡ് ലോജിക് ഉണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ബുക്ക് ഉണ്ട്. അത് വെച്ച് പഠിച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് 3 ഉണ്ട്. ഇൻഫർമേഷൻ സൊസൈറ്റി, സോഷ്യൽ എത്തിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ സംശയം പറയാം, ഇതിലേറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. കാരണം ഉള്ള കണ്ടൻസ് പഠിക്കുക, പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 3rd സെമസ്റ്ററിലെ സബ്ജക്ട്സും ദെൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നതും ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള സബ്ജക്ട്സ്. ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഓരോന്നിനെ പറ്റിയിട്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സിലബസും കൂടി കാണിച്ചു തന്നാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് 3rd സെമസ്റ്ററിലെ ആദ്യത്തെ പേപ്പർ. ഓക്കെ, അത് പിന്നെ എന്തായാലും പഠിക്കണം, കോർ പേപ്പറാണ്. ഇതിലുള്ളത് IFRS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, HPN ഹയർ പർച്ചേസ്, റോയൽറ്റി, ബ്രാഞ്ച്, കൺസൈൻമെൻറ്റ്. സൂപ്പർ സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇനി ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നമ്മളത് പറഞ്ഞിരുന്നു പോകുന്നു മാത്രം. പിന്നെ കണ്ടോ, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ ഹിന്ദി ആദ്യം, ആഫ്റ്റർ ദാറ്റ് സാൻസ്ക്രിറ്റ്. ഓക്കെ, എൻ്റെ സിലബസ് ആണ് കേട്ടോ അത്. ആൻഡ് നെക്സ്റ്റ് അറബിക്കിൻ്റെ സിലബസ് ആണ്. ആൻഡ് ഫൈനലി മലയാളം, പ്രായോഗിക മലയാളം. അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് വാല്യൂ ആഡഡ് കോഴ്സിൽ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ ലിറ്ററസി നല്ല കോഴ്സാണ്, ഏറ്റവും ബെസ്റ്റ് അതാണെന്ന്. കാരണം സിലബസ് നോക്കിയേ, ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ്, പിന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്, സെക്യൂരിറ്റി മെഷേഴ്സ്, നമ്മൾ ഡെയിലി ലൈഫിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുള്ള. എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ പ്ലാനിങ്, പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, ക്രിപ്റ്റോ കറൻസി, നാഷണൽ സേവിങ്സ്, പോസ്റ്റ് ഓഫീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിജിറ്റൽ പേയ്മെൻറ്റ്സിനെ പറ്റി, ഇൻ്റർനെറ്റ് ബാങ്കിങ്, RTGS, നെഫ്റ്റ്, മൊബൈൽ ബാങ്കിങ്, നമുക്കറിയാലോ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ, അപ്പോൾ അത് നിങ്ങൾക്ക് പുതിയൊരു സബ്ജക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്തത്. പിന്നെ ടെക്നോളജി ആൻഡ് സൊസൈറ്റിയാണ് ഉള്ളത്. അതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കൂടുതൽ എഴുതാനും വായിക്കാനും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാളും ബെറ്ററാണ് ഞാൻ മറ്റേത് സജസ്റ്റ് ചെയ്തത്. അതുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി, താല്പര്യമുള്ള കുട്ടികൾക്ക് അത് സെലക്ട് ചെയ്യാം. ഏർലി ഇയേഴ്സ് ഓഫ് മഹാത്മാഗാന്ധിജി, ദെൻ എമർജൻസ് ഓഫ് ഗാന്ധി ആസ് എ ലീഡർ. ഇതാണ് മൊത്തം കാര്യങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ. പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്ത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. അതിൽ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, വിഷ്വലൈസേഷൻ, ഫെമിലിയറൈസേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ് ടൂൾസ് ഉള്ള പേപ്പേഴ്സിൽ കുറച്ച് ബെസ്റ്റ് പറയാനുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്ട്സ് ഇതിനേക്കാളും ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് പൈത്തോൺ ഫോർ ഓൾ പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, കുറേ ഉണ്ടെന്നുള്ളതാണ്. പ്രോഗ്രാമിങ് കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ അതിനേക്കാളും ബെസ്റ്റാണ് നേരത്തെ ഡാറ്റ അനലിറ്റിക്സ് പറഞ്ഞത്. പിന്നെ ഹ്യൂമനിസം ആൻഡ് ലോജിക്കാണ് പിന്നെ വരുന്നത്. അതിലൊക്കെ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ കേട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വായിക്കാനും ഇതിനൊക്കെ ഉണ്ട് ഡീറ്റെയിൽസ്. ഹ്യൂമനിസവും വായിച്ചൊരു ലെവലാവും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് കണ്ട റീസണിങ് നേരത്തെ പറഞ്ഞ പേപ്പറാണ്. ഓക്കെ, പിന്നെ ഇൻഫർമേഷൻ സൊസൈറ്റിയാണ് വേറൊരു പേപ്പറുള്ള. നെക്സ്റ്റ് ഉള്ളത് മൾട്ടി ഡിസിപ്ലിനറി ആണ്. അതിൽ ഇൻഫർമേഷൻ സൊസൈറ്റി ഞാൻ പറഞ്ഞു ഒരെണ്ണം. ഞാനതിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ്. സോഷ്യൽ എത്തിക്സ് വേറൊരു പേപ്പർ, എത്തിക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാം. ആൻഡ് ഫൈനലി ബാങ്കിങ് കാണാം, അത് കുറേ വായിക്കാനുണ്ട് എത്തിക്സിൻ്റെ. ദെൻ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്, ബാങ്കിങ്, റെഗുലേഷൻ, ഇൻഷുറൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പേപ്പർ.
ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. തേർഡ് സെമസ്റ്ററിന്റെ സബ്ജക്ട്സ് എടുക്കേണ്ടതിൽ ഇനി നിങ്ങൾക്ക് ഡൗട്ടും വേണ്ട. ഈ പേപ്പർ ഏറ്റവും ബെസ്റ്റ് പേപ്പേഴ്സ് ഏതാണ്, ഏതെടുക്കുന്നതാണ് ബെസ്റ്റ്, എടുത്ത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മാർക്ക് കിട്ടുക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ കോഴ്സിലും ബെസ്റ്റ് വൺ ഏതാന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞിട്ടോ. ദെൻ നമ്മളിതിൻ്റെ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.